ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത മാസ്റ്ററിംഗ് ദ ലിക്വിഡിറ്റി കോൺസെപ്റ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിക്വിഡിറ്റീനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റി, ഇന്റേണൽ റേഞ്ച്, എക്സ്റ്റേണൽ റേഞ്ചും പറഞ്ഞു. പിന്നെ ഇന്റേണൽ റേഞ്ചിലുണ്ടാവുന്ന ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ചിലുണ്ടാവുന്ന എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും പറഞ്ഞു. പിന്നെ ഇനീഷ്യേറ്റീവ് വാസ് റെസ്പോൺസീവ്, റെസ്പോൺസീവ് സെല്ലേഴ്സ്, റെസ്പോൺസീവ് ബയേഴ്സ്, അതുപോലെ ഇനീഷ്യേറ്റീവ് ബയേഴ്സ്, ഇനീഷ്യേറ്റീവ് സെല്ലേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അത് വിത്ത് എക്സാമ്പിൾസ് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ലോജിക് ബിഹൈൻഡ് ലിക്വിഡിറ്റി ഹണ്ട് ആൻഡ് സ്വീപ്പ് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വിത്ത് ലിക്വിഡിറ്റിയാണ്. ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ വിത്ത് ലിക്വിഡിറ്റി, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ വിത്ത് ലിക്വിഡിറ്റി, സൈഡ് വൈസ് മാർക്കറ്റ് വിത്ത് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പം നമ്മളുടെ പാർട്ട് 2 വീഡിയോ കാണുന്നതിന് മുന്നേ ലിക്വിഡിറ്റി, മാസ്റ്ററിംഗ് ദ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം കാണാമെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ വെൽക്കം ടു T4T. ഓക്കെ, അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ, നമ്മൾ ലിക്വിഡിറ്റീനെ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ എങ്ങനെയാണ് വരുന്നത്? ഹയർ ഹൈ ഹൈ ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ഹൈ. ഓക്കെ, ഓരോ ഹൈയിനെയും മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ, ഒരു ലോ, ഹയർ ലോ, ഹയർ ലോ, ഹയർ ലോ, ഹയർ ലോ. ഓക്കെ, ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ആ ഒരു ഫോർമേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ലിക്വിഡിറ്റി വെച്ച് കമ്പയർ ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്കൊരു സ്വിങ് ലോ ടു സ്വിങ് ഹൈ കിട്ടി. ഇവിടെ സ്വിങ് ലോ, ഇവിടെ ഒരു സ്വിങ് ഹൈ കിട്ടി. ഇവിടെ ഇതിനെ നമ്മൾ സ്വിങ് ഹൈ എന്നും ഇതിനെ നമ്മൾ സ്വിങ് ലോ എന്നും പറയുന്നു. ഓക്കെ, സ്വിങ് ഹൈയും സ്വിങ് ലോയും എന്താണ്, ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്ന് വെച്ചാൽ ഈ സ്വിങ് ഹൈൻ്റെയും സ്വിങ് ലോയിൻ്റെയും ഉള്ളിൽ വരുന്ന ഈ ഒരു ലിക്വിഡിറ്റി നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് ലിക്വിഡിറ്റി വെച്ച് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായ സമയത്ത് ഇവിടെ ഒരു സ്വിങ് ലോയും സ്വിങ് ഹൈയും ക്രിയേറ്റ് ആയി. സ്വിങ് ലോയും സ്വിങ് ഹൈയും ക്രിയേറ്റ് ആയി. ഈ സ്വിങ് ലോ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, സ്വിങ് ഹൈ എന്ന് പറയുന്നതും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വരുന്നതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താവാം? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, ഓർഡർ ബ്ലോക്ക് ആവാം, ബ്രേക്കർ ബ്ലോക്ക് ആവാം, എന്തുമാവാം. ഓക്കെ, അപ്പോൾ എന്താണ് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ സ്വിങ് ലോ, സ്വിങ് ഹൈ. ഓക്കെ, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, അതിനുശേഷം എന്താണ്, വീണ്ടും സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. സ്വിങ് ലോ, സ്വിങ് ഹൈ, സ്വിങ് ലോ, സ്വിങ് ഹൈ, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അതിനുശേഷം എന്താണ്, ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, പ്രൈസ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വന്നു. അതിനുശേഷം എന്താണ്, വീണ്ടും സ്ട്രക്ചർ ബ്രേക്ക് വന്നു, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ സ്വിങ് ലോ, സ്വിങ് ഹൈ. അതിനുശേഷം എന്താണ്, ഈ സ്വിങ് ലോൻ്റെയും സ്വിങ് ഹൈൻ്റെയും ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, അവിടെ ടാപ്പായി, പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി, ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, സ്വിങ് ലോ, സ്വിങ് ഹൈ. ഓക്കെ, ഈ സ്വിങ് ലോൻ്റെയും സ്വിങ് ഹൈയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്, അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് പ്രൈസ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വരും, വീണ്ടും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യും. അതിനുശേഷം ഇവിടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി രണ്ട് സൈഡിലും ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ ടു ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ ടു ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ ടു ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ ടു ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ ഇൻറ്റേർണൽ. ഓക്കെ, ആ ഒരു ഫോർമേഷനിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ് സ്വിങ് ഹൈ ആയിരിക്കും എപ്പോഴും ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ടേക്ക് ഔട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് നോക്കിയാൽ, ഇവിടെയുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇവിടെയുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണ്, സ്വിങ് ലോസ് ആണ്. ഈ സ്വിങ് ലോസ് എപ്പോഴാണ് മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്നത്? ഇവിടെ സ്ട്രക്ചർ ബ്രേക്കിന് പകരം ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീനെ ആയിരിക്കും പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്യുക. ഓക്കെ,
കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നുകൂടി നോക്കാം. ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ലിക്വിഡിറ്റി എന്ത് ഫോർമേഷനിലാണ്? എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. ആദ്യം എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം എക്സ്റ്റേണലിലേക്ക് പോകും, പിന്നെ ഇൻറ്റേർണലിലേക്ക് പോകും. ഓക്കെ, ആ ഒരു ഫോർമേഷൻ എന്താണ്? പ്രൈസ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും, അതിനുശേഷം ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വരും, വീണ്ടും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും, ഇൻറ്റേർണൽ റേഞ്ചിലേക്ക് വരും. ഓക്കെ, ആ ഒരു ഫോർമേഷനിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിനെ ലിക്വിഡിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നതിൽ നമുക്ക് ഒന്നുകൂടി ബ്രീഫായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഇമേജ്, സെക്കൻഡ് ഇമേജ്, ഫസ്റ്റ് ഇമേജിലേക്ക് ആദ്യം ഫോക്കസ് കൊടുക്കുക. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ഇവിടെ ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ബ്രേക്കാണ് നടന്നത്. ഓക്കെ, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് നടന്നത്. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക്. ഇവിടെ നമുക്കൊരു സ്വിങ് ലോ കിട്ടി, ഒരു സ്വിങ് ഹൈയും കിട്ടി. നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? സ്വിങ് ഹൈയും സ്വിങ് ലോയും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഒരു റേഞ്ച് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു റേഞ്ച് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ സ്വിങ് ഹൈ സ്വിങ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. എന്ന് വെച്ചാൽ ഈ റേഞ്ചിൻ്റെ പുറമേ ഉള്ളത്, ഓക്കെ, പുറമേയുള്ള ലിക്വിഡിറ്റിയാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ റേഞ്ചിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, സ്വിങ് ലോ കിട്ടി, സ്വിങ് ഹൈ കിട്ടി. നമ്മളിതിനെ ഫിബോനാച്ചി വെച്ചിട്ട് നമ്മൾ ഒരു ഫിബ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയം ഓൺ ഡിസ്കൗണ്ട് നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞ ആ ഒരു ലെവല് എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് 50% ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയൻ്റെ ഹാഫ്. ഓക്കെ, ഈ ഒരു ഹാഫ് ഇതിനെ നമ്മൾ പ്രീമിയം, ഇത് നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ വിത്ത് ലിക്വിഡിറ്റി ആണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി വരേണ്ടത് എവിടെയാണ്? ഡിമാൻഡ് ഏരിയയിലാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് എന്ത് വരേണ്ടത്? നമ്മുടെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി വരേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ഓർഡർ ബ്ലോക്കോ ബ്രേക്കർ ബ്ലോക്കോ എന്തോ ആവട്ടെ, നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിനുശേഷം എന്താണ് പ്രൈസ് സംഭവിക്കുന്നത്? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വാലിഡ് സ്ട്രക്ചർ ബ്രേക്കായി മാറ്റും. അതിനുശേഷം നമുക്കൊരു സ്വിങ് ലോയും സ്വിങ് ഹൈയും കിട്ടി. നമ്മൾ സ്വിങ് ലോ എന്ന് സ്വിങ് ഹൈയിലേക്ക് ഒരു ഫിബോനാച്ചി വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 50% കിട്ടും. ആ 50%ൻ്റെ ഉള്ളിലാണ് നമുക്കൊരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി കിട്ടുന്നത്. പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് എങ്ങോട്ടാണ് പോവുക? സ്വിങ് ഹൈ, നമ്മുടെ സ്വിങ് ഹൈ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കാണ് പ്രൈസ് പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റോ ലിക്വിഡിറ്റി ബിൽഡപ്പോ എന്തും തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി രണ്ട് സൈഡും ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവും, സ്വിങ് ലോയിലും സ്വിങ് ഹൈയിലും. അതിനുശേഷം ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രൈസ് പിന്നെന്താണ്? അവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കായിരിക്കും പോവുക. അതിനുശേഷം എന്താണ്? വീണ്ടും സ്വിങ് ലോ ടു സ്വിങ് ഹൈ ക്രിയേറ്റ് ആവും, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഫോം ആവും. അതിനുശേഷം എന്ത് ചെയ്യും? പ്രൈസ് ആ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വരും, അവിടെ നിന്ന് ടേക്ക് ഔട്ട് ചെയ്ത് പോകും. ഓക്കെ, അതിൻ്റെ ഈ ഒരു ഏരിയ ആണ് നമ്മൾ ബ്രീഫായിട്ട് നമ്മൾ എന്തിൽ കാണിച്ചത്? നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ വിത്ത് ലിക്വിഡിറ്റി നമ്മളൊരു എക്സാമ്പിൾ വൈസ് ചാർട്ട് വൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ സ്ലൈഡിൽ പറഞ്ഞ കാര്യം നമുക്കൊന്ന് എന്താണ് ചാർട്ടിൽ ഒന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എന്താ പറഞ്ഞാൽ നമ്മുടെ ഒരു വാലിഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വരണം? ഈ ഒരു ലെവലിലായിരിക്കണം നമുക്ക് വരേണ്ടത്. ഓക്കെ, ഈ ഒരു ലെവലിൽ. കാരണം എന്താണ്? ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യണം. ഇതെന്താണ് പറയുക? നമ്മുടെ ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്കിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ പരിഗണിക്കാൻ. ഓക്കെ, ഒരു വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താകും? ഇവിടെ ഒരു സ്വിങ് ലോ ഫോം ആവും. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഇവിടെ ഒരു സ്വിങ് ലോ കൺഫേം ആകും. ഓക്കെ, ഇവിടെ ഒരു സ്വിങ് ലോ കൺഫേം ആവും. ഇനി സ്വിങ് ഹൈ ഇവിടെ കൺഫേം ആവണമല്ലോ. ഈ സ്വിങ് ഹൈ കൺഫേം ചെയ്യാൻ ഇപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്
5 മിനിറ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു മൈനർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഏകദേശം പ്രൈസ് ഒന്ന് ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ എന്തും നമ്മൾ ഇവിടെ ഒരു സ്വിങ് ഹൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇപ്പം എന്താണ്, നമുക്കൊരു സ്വിങ് ഹൈ സ്വിങ് ലോ കിട്ടി. ഇതാണ് നമ്മളുടെ റേഞ്ച്. അഥവാ എന്താണ്, ഈ സ്വിങ് ലോയും നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു സ്വിങ് ലോയും ഇവിടെ ഒരു സ്വിങ് ഹൈയും. ഓക്കെ, ഇതാണ് എന്ത്, നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഏരിയ ആണ് നമ്മളുടെ ഇൻറ്റേർണൽ റേഞ്ച്. ഏതാണ്, ഇതാണ് നമ്മളുടെ ഇൻറ്റേർണൽ റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്, ഈ സ്വിങ് ലോ സ്വിങ് ഹൈൻ്റെ ഉള്ളിലുള്ള റേഞ്ച്, ഇതിനെയാണ് നമ്മൾ ഈ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി പറയുമ്പോൾ എന്താണ്, ഈ സ്വിങ് ഹൈൻ്റെ മുകളിലും ഈ സ്വിങ് ലോൻ്റെ താഴെയും എന്ന് വെച്ചാൽ ഈ സ്വിങ് ലോൻ്റെ താഴെയും, ഇതാണ് നമ്മളുടെ എന്ത്, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, ഇനി പ്രൈസ് എങ്ങനെയാണ് പോവുക, ലിക്വിഡിറ്റി ബേസിൽ പ്രൈസ് പോകുന്നത് എങ്ങനെയാണ്, നമ്മൾ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി രണ്ട് സ്ഥലത്തും ഫോമായി, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മളൊരു സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിബ് വെക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഒരു ഏരിയ 0.5 എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്ക് ഈവൺ ഏരിയ ആണ്. ഓക്കെ, ആ ഏരിയനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇപ്പം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ഈ സ്വിങ് ലോ അതുപോലെ ഈ സ്വിങ് ഹൈ, ഈ ഒരു റേഞ്ച് ഒരു മിനിറ്റ്, ഈ ഒരു റേഞ്ചിനെ നമ്മൾ പകുതിയാക്കി. ഓക്കെ, ഇതിനെ നമ്മൾ ഡിസ്കൗണ്ട് എന്നും ഇതിനെ പ്രീമിയം എന്നും പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞത് പ്രൈസ് എക്സ്റ്റേണൽ ടു ഇൻറ്റേർണൽ. ഇനി പ്രൈസ് താഴേക്ക് വന്നിട്ട് നമ്മളുടെ ഡിമാൻഡ് സോണിൽ ഓർഡർ ബ്ലോക്കോ ബ്രേക്കർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പോ ഇതെന്തും ആവാം. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഇതിലേതെങ്കിലും ഒരു PDR ആയിരിക്കും എന്ത്, നമ്മളുടെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് താഴേക്ക് വന്ന് നമ്മളുടെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് ശേഷം എന്താണ്, നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കാൻ പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മളുടെ ലിക്വിഡിറ്റി ബേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ലിക്വിഡിറ്റിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ സ്ലൈഡ് വെച്ചിട്ടും നമ്മൾ ഡ്രോ ചെയ്തും പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ ഒന്ന് ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് റെയ്ഡ് ചെയ്തു. ഇതിനെ നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തു. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത സമയത്ത് തന്നെ ഒബ്വിയസ്ലി മാർക്കറ്റ് മുകളിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കാണിച്ചു. ഓക്കെ, ഇതെന്താണ്, നമ്മളൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, നമ്മളുടെ ലിക്വിഡിറ്റി ഹണ്ട് നടന്നു. അതിനുശേഷം ലിക്വിഡിറ്റി ഹണ്ട് നടന്നത് എവിടെയാണ്, ലിക്വിഡിറ്റി ഹണ്ട് എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു. അതിനുശേഷം എന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് വന്നു. ഓക്കെ, ഇനി എന്താണ്, നമുക്കൊരു സ്വിങ് ലോ ഫോം ആയിട്ടുണ്ട്. നമ്മൾ ഇതിനെ സ്വിങ് ലോ ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി സ്വിങ് ഹൈ, ഇതാണ് സ്വിങ് ഹൈ. ഇത് ഫോം ആവാൻ കാരണം എന്താണ്, ഇത് മൈനറായിട്ടൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്താണ്, ഒരു സ്വിങ് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സ്വിങ് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇപ്പം എന്താണ്, നമുക്ക് രണ്ട് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഇത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി സ്വിങ് ഹൈയും ഒന്ന് സ്വിങ് ലോയും, രണ്ട് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നമുക്ക് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഇതിൻ്റെ മുകളിലും ഇതാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇതാണ് താഴത്തെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, ഇനി എന്താണ് നോക്കേണ്ടത്, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ സ്വിങ് ഹൈ സ്വിങ് ലോൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഏരിയയിലാണ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉള്ളത്. ഓക്കെ, ഇനി നമ്മളുടെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏത് സൈഡിലാവണം, നമ്മൾ സ്വിങ് ഹൈ ടു സ്വിങ് ലോ വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 50% അഥവാ എന്താണ്, ബ്രേക്ക് ഈവൺ ആണ് ഇത്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ പ്രീമിയം സോണെന്നും ഇതിനെ ഡിസ്കൗണ്ട് സോണും എന്നും പറയുന്നു. നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പഠിച്ചവർക്കറിയാം, നമ്മളുടെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എവിടെ വേണം, ഡിസ്കൗണ്ടിൽ വേണം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എവിടെയാണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ്
ജസ്റ്റ് ബ്രേക്ക് ഈവൻ ലൈനിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും എന്താണ് ഡിമാൻഡ് സൈഡിലുള്ള ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പം ഇതൊക്കെ ഞാനൊന്ന് ഒഴിവാക്കുകയാണ്. നമുക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം എന്താണ് നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, 2 എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി കിട്ടി. ഇൻറ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി സ്വിങ് ലോയും സ്വിങ് ഹൈ ആണ് നമ്മുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇൻറ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇനി എന്താണ് എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്, ഇൻറ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ പ്രൈസ് ടാപ്പ് കിട്ടി കഴിഞ്ഞിട്ടുള്ളൊരു എക്സ്റ്റേണൽ റേഞ്ച് മൂവ്മെൻ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ടാപ്പ് ചെയ്യുന്നതായിട്ട് നോക്കാം. ഓക്കെ, പ്രൈസ് ഇപ്പോഴും ഉള്ളത് എവിടെയാണ്, പ്രീമിയം സോണിലാണ് പ്രൈസ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഇപ്പം പ്രൈസ് നമ്മളുടെ ഡിമാൻഡ് സോണിലേക്ക് കടന്നു, പക്ഷെ നമ്മളുടെ ഇൻറ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് ടാപ്പ് ആയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എപ്പോഴാണ് ടാപ്പ് ആയത്, ഇപ്പോഴും ടാപ്പ് ആയിട്ടില്ല. എന്താണ്, പ്രൈസ് ആ ഒരു ഏരിയൻ്റെ അടുത്ത് വന്നിട്ട് ജസ്റ്റ് തിരിഞ്ഞിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പോഴാണ് ആക്ച്വലി എന്താണ് നമ്മളുടെ സോണിൽ ടാപ്പ് വന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോഴാണ് ആക്ച്വലി നമ്മളുടെ സോണിൽ ടാപ്പ് വന്നത്. ഇനി നമ്മളുടെ എയിം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. കാരണം എന്താണ്, നമുക്ക് പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, അതിനുശേഷം എന്താണ് നമ്മളുടെ ഇൻറ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, ഇതാണല്ലോ നമ്മൾ നേരത്തെ പഠിച്ചത്. ഓക്കെ, ഇനി എങ്ങനെയായിരിക്കും, പ്രൈസ് ഓൾമോസ്റ്റ് എന്താണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കായിരിക്കും പോവുക. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോഴാണ് ഇവിടെ ഒരു ലിക്വിഡിറ്റി, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഫോം ആവുന്നുണ്ട്. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഒക്കെ ഫോം ആകുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡിറ്റി ക്രിയേഷൻ ആണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ ലിക്വിഡിറ്റി ഹണ്ട് എവിടെയാണ് നടന്നിട്ടുള്ളത്, ഇവിടെയാണ് നമ്മളുടെ ലിക്വിഡിറ്റി ഹണ്ട് അഥവാ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലോട് കൂടിയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു സ്വിങ് ലോ ഫോം ആവണമല്ലോ, സ്വിങ് ലോ നമുക്ക് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, സ്വിങ് ലോ ഫോം ആയിട്ടുണ്ട്. ഇനി എന്താണ്, നമുക്ക് സ്വിങ് ഹൈ ഫോം ആവണം. സ്വിങ് ഹൈ ഫോം ആവാൻ എന്താണ്, നമുക്ക് ഇപ്പോൾ ഇത് സ്വിങ് ഹൈ ഫോം ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. ഓക്കെ, സ്വിങ് ഹൈ ഫോം ആവണമെങ്കിൽ പ്രൈസ് ഏകദേശം ഈ ഒരു മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ ഇത് 5 മിനിറ്റ് ക്യാൻഡിലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റ് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, സ്വിങ് ലോ കിട്ടി, നെക്സ്റ്റ് സ്വിങ് ഹൈ കിട്ടി. ഓക്കെ, ഇനി എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്വിങ് ലോ ടു സ്വിങ് ഹൈയിലേക്ക് നമ്മളൊരു ഫിബ് വരച്ചു. ഇപ്പം എന്താണ്, സ്വിങ് ലോ എന്ന് പറയുന്നതും സ്വിങ് ഹൈ എന്ന് പറയുന്നതും എന്താണ്, ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഇൻറ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ്, നമ്മളുടെ ഡിമാൻഡ് സോണിലാവണം. ഓക്കെ, ഡിമാൻഡ് സോണിലാവണം. എവിടെയാണ് ഒരു ഓർഡർ ബ്ലോക്ക് ഉള്ളത്, ഫെയർ വാല്യൂയോട് കൂടിയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ഉള്ളത് ഏതാണ്, ഇവിടെ നിങ്ങളെന്ന് ആലോചിച്ച് പറയാം. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണോ, ഓർഡർ ബ്ലോക്ക് ആണോ, ബ്രേക്കർ ബ്ലോക്ക് ആണോ ഉള്ളതെന്ന് നിങ്ങൾ പറയും. ആക്ച്വലി ഇവിടെ ഉള്ളതൊരു ബ്രേക്കർ ബ്ലോക്കാണ്. ഏതായിരിക്കും ബ്രേക്കർ ബ്ലോക്ക്, ഇതാണ് ബ്രേക്കർ ബ്ലോക്ക്. പലർക്കും ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ബ്ലോക്കായിട്ട് ഇവിടെ കൺസിഡർ ചെയ്തത്. നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ എന്താണ്, നമുക്ക് ഒരു IDX ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഫോം ചെയ്തത്, നമ്മുടെ പ്രീമിയം സോണിലാണ് IDX ഫോം ചെയ്തിട്ടുള്ളത്. നമ്മളുടെ സ്വിങ് ലോയും സ്വിങ് ഹൈയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫിബ് വെച്ച് വരച്ചാൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരം ഇത് പ്രീമിയം, ഇത് ഡിസ്കൗണ്ട്, ഈ 0.5 എന്ന് പറയുന്നത് എന്താണ്, ഇക്വിലിബ്രിയം ആണ്. പ്രൈസ് താഴേക്ക് വന്നിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് സോണിലാണ്. ഈ ഒരു സോണിലാണ് ആക്ച്വലി ഇവിടെ ഇത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് നമ്മളുടെ സോണ് ടാപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് എന്ത് ചെയ്യും,
തിരിച്ച് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകും. ഓക്കെ, ഇനി പലർക്കുമുള്ള ഡൗട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് വന്നത്. ഓക്കെ, ഇപ്പം ഈ സെയിം എക്സാമ്പിൾ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, പ്രൈസ് മുകളിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു, പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ഹൈനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അതിനുശേഷം എന്താണ്, നമുക്ക് ഇവിടേക്ക് ഒരു ഹൈനെ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്കും ചെയ്തു. ഓക്കെ, ഇത് വിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വിക്കായിട്ടും കൺസിഡർ ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്താണ്, നമുക്ക് എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് വേണമെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിനെ ഇതായിട്ടും കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മളുടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ചിട്ട് ഇതാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അതിനുശേഷം എന്താണ്, നമുക്കൊരു ഇൻഡ്യൂസ്മെൻറ്റും ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ വാലിഡ് ഓർഡർ ബ്ലോക്കിനെ വാലിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഈ ഒരു സോണിലെത്തുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കുന്നു, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് ഒരു ടാർഗറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് എന്താണ്, പ്രൈസ് സോണിൽ ടാപ്പ് ആയിട്ടില്ല. ഓക്കെ, ഇപ്പോൾ സോണിൽ ടാപ്പായി, നമുക്കൊരു ബെയറിഷ് ആയിട്ട് ഒരു എൻട്രി കിട്ടി. ഓക്കെ, ഇവിടെ ഞാൻ എൻട്രി എടുത്തു. ഇപ്പോൾ അറ്റ് എ ടൈം നോക്ക് നിങ്ങൾ, ആ ഓർഡർ ബ്ലോക്ക് ഫെയിലായി. ഇപ്പോഴാണ് എന്ത് നമ്മൾ പറഞ്ഞ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കിനെ നമ്മളൊരു ലിക്വിഡിറ്റി സ്വീപ്പായിട്ടും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഫെയിലിനെ നമ്മളൊരു എന്തായിട്ടും ഒരു സ്ട്രക്ചർ ബ്രേക്കും. ഇപ്പോഴാണ് സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, ഇപ്പോൾ എന്താണ് ഈ ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്താണ് ഒരു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്കായിട്ട് കൺവേർട്ടായി. അതിനുശേഷം എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോയാൽ ഇവിടെ എന്നെ പോലെ ഒരുപാട് പേര് ബെയറിഷ് എൻട്രി എടുത്തിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ബ്രേക്ക് ഈവനിൽ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഒന്നും വേണ്ട, നമുക്ക് കോസ്റ്റിൽ എക്സിറ്റ് ആവാമെന്നുള്ള രീതിയിൽ ചെയ്യും. ഓക്കെ, ഇതാണ് റീറ്റെയിൽ മൈൻഡ് സെറ്റ് റീഡ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോഴെന്തായിരിക്കും, ഈ സമയത്തൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ മറന്ന ആളുകൾക്കൊക്കെ എന്തായിരിക്കും, ലോസ് തന്നെ ആയിരിക്കും. അവരെന്ത് ചെയ്യും, തിരിച്ച് നമ്മളുടെ സോണിലേക്ക് എത്തിയാൽ മതി. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ ഈ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആയതുകൊണ്ട് തന്നെ ഇതൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കായി. ഈ ഏരിയയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആളുകളൊക്കെ എന്ത് ചെയ്യും, തിരിച്ച് പൊസിഷൻസ് ക്ലിയർ ഓഫ് ചെയ്യും. അങ്ങനെയാണ് തിരിച്ച് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ്, ബെയറിഷ് ഓർഡർ ബ്ലോക്കും ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും എല്ലാം ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ലിക്വിഡിറ്റി ബേസ് പറഞ്ഞ പോലെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ പെട്ടെന്ന് തന്നെ ഓടിച്ചു പോകാം, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ലിക്വിഡിറ്റി ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, ലോവർ ഹൈ ലോവർ ലോ ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ആണ് കൂടുതൽ നമുക്ക് സംഭവിക്കുന്നത്. ഓക്കെ, പ്രൈസ് കണ്ടിന്യൂസ്ലി ഡൗൺ ആണ്. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ വാലിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ആണ്. കാരണം എന്താ, ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ഫേസ് വന്നിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്കിനെ നമ്മൾ വാലിഡ് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിലെ ലിക്വിഡിറ്റി പറഞ്ഞ പോലെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഇവിടെ സ്വിംഗ് ഹൈ സ്വിംഗ് ലോ കിട്ടും. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അതിൻ്റെ ഉള്ളിലൊരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, അതിനുശേഷം എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അതിൻ്റെ ഉള്ളിലൊരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവും. വീണ്ടും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അതിൻ്റെ ഉള്ളിലൊരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ടാവും. വീണ്ടും ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അതിൻ്റെ ഉള്ളിലൊരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈ ബെയറിഷ് സ്ട്രക്ചർ ബ്രേക്കിനെ നമ്മളൊന്ന് ബ്രീഫായിട്ട് നോക്കുന്ന സമയത്ത് എന്താണ്, നമുക്കൊരു ലിക്വിഡിറ്റി ഹണ്ട് കിട്ടിയതിന് ശേഷം നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, പ്രൈസ് താഴേക്ക് വന്ന് നമുക്കൊരു സ്വിംഗ് ഹൈ കിട്ടി, സ്വിംഗ് ലോ കിട്ടി. ഈ സ്വിംഗ് ഹൈ നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഈ സ്വിംഗ് ലോ നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഏരിയനെ നമ്മളെന്താണ് ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ സ്വിംഗ് ഹൈയിൽ നിന്ന് സ്വിംഗ് ലോയിലേക്ക് ഫിബ് വരച്ചാൽ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ കണ്ടെത്തും. നമ്മുടെ സെൽ സെനാരിയോ ആണ് ഇവിടെ. ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ സെൽ എൻട്രീസ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എവിടെ വരണം, പ്രീമിയത്തിലാണ് വരേണ്ടത്, ഡിസ്കൗണ്ടിൽ വരാൻ പറ്റില്ല. അപ്പോൾ പ്രീമിയത്തിലുള്ള ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി കണ്ടെത്തുന്നു, പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകുന്നു. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോസസ്സിലാണ് സംഭവിക്കുന്നത്. ഓക്കെ,
അപ്പം നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഡ്രാസ്റ്റിക്കലി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഡൗണിൽ പ്രൈസ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ സ്വിങ് ഹൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ നമ്മളൊരു ലിക്വിഡിറ്റി ഹണ്ടായിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, ഇത് 5 മിനിറ്റിലോ 3 മിനിറ്റിലോ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സ്വിങ് ഹൈ ആയിട്ട് നമ്മൾ ഏതാണ് എടുക്കുന്നത്, സ്വിങ് ഹൈ ആയിട്ട് എടുത്തു. അതിനുശേഷം ഇനി നമുക്കൊരു സ്വിങ് ലോ അല്ല വേണ്ടത്, സ്വിങ് ലോ ഏതാണ്, ഇതായിരിക്കും ഒരു സ്വിങ് ലോ, താഴത്തെ സ്വിങ് ലോ ഇതായിരിക്കും സ്വിങ് ലോ. ബിക്കോസ് ഓഫ് നമുക്കൊരു എന്താണ് പറയുക, ഒരു മൈനർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വിങ് ലോ നോക്കുന്നത്. സ്വിങ് ലോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കും, നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കും. സ്വിങ് ലോന്ന് സ്വിങ് ഹൈയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് ഡിസ്കൗണ്ട്, പ്രീമിയം, ഇക്വിലിബ്രിയം, നമ്മളുടെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എവിടെയാണുള്ളത്, നമ്മളുടെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓർഡർ ലോക്ക് ആയിട്ടാണ്, ബെയറിഷ് ഓർഡർ ലോക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ എന്താണ്, സ്വിങ് ഹൈ ടു സ്വിങ് ലോ, സ്വിങ് ഹൈ ടു സ്വിങ് ലോ നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, 2 എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി കിട്ടി, അടുത്ത തന്നെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി കിട്ടി. ഇനി നമ്മളുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോയി ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി നിന്ന് പിന്നെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രൈസ് പ്രീമിയം സോണിലേക്ക് പോയി കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ഓക്കെ, പ്രീമിയം സോണിൽ നിന്ന് നമുക്കെന്താണ് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്, ഇതിനെ നമ്മളെന്താണ്, നമ്മളിതിനെ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, പ്രൈസ് മുകളിലേക്ക് പോകുന്നത് എന്ത് ബേസിലാണ്, പ്രൈസ് മുകളിലേക്ക് പോകുന്നത് ഒരു എന്താണ്, ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റീൻ്റെ ബേസിലാണ് മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, ഓക്കെ, ഇപ്പം നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഫെയിലായി എന്ന് വെച്ചാൽ എന്താണ്, പ്രൈസ് സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്തു, സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ഫിബ് വെച്ച് വരച്ചു, നമ്മളുടെ ഇക്വിലിബ്രിയം കണ്ടുപിടിച്ചു, പ്രീമിയം സോൺ കിട്ടി, പ്രീമിയം സോണിൽ നമ്മൾ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് കിട്ടി. പക്ഷെ എന്താണ്, പ്രൈസ് ഓൾറെഡി ഡ്രോപ്പ്ഡ് ഔട്ട്, താഴേക്ക് തന്നെ പോയി. ഓക്കെ, എന്നിരുന്നാലും ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, പ്രൈസ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ ചിലപ്പോൾ എന്താണ്, പ്രൈസ് ഇവിടെ ഈ ഒരു ബ്രേക്കർ ബ്ലോക്ക് എന്നായിരിക്കാം ചിലപ്പം തിരിഞ്ഞത്, ചിലപ്പം എന്താണ്, ഈ ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ 50% നിന്നായിരിക്കും തിരിഞ്ഞത്. എന്നിരുന്നാലും എന്താണ്, നമ്മളുടെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി പ്രൈസ് പ്രീമിയം സോണിൽ നിന്നാണ് തിരിച്ചു വന്നത്. അപ്പോൾ എന്താണ്, ഇത് നമുക്ക് എക്സാക്ട്ലി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. കറക്റ്റായിട്ട് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് ഒരു ഓർഡർ ബ്ലോക്ക് നിന്ന് തിരിയുന്നതായിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ലിക്വിഡിറ്റി ഹണ്ട് തന്നിട്ടുണ്ട്, ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു. ലിക്വിഡിറ്റി സ്വീപ്പ് തന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്, ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ് പ്രൈസ് താഴേക്ക് തന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് അപ് ട്രെൻഡിലാണ്. നോക്കാം, പ്രൈസ് അപ് ട്രെൻഡ്. പക്ഷേ ഈ അപ് ട്രെൻഡിൽ നമ്മൾ ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തത് ഒരു മേജർ സ്ട്രക്ചർ ഷിഫ്റ്റ്, ഒരു മൈനർ സ്ട്രക്ചർ ഷിഫ്റ്റ്, കുറച്ച് കാലത്തേക്ക് ഒരു ചെറിയൊരു കറക്ഷന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രക്ചർ ഷിഫ്റ്റ്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഒരു സ്വിങ് ഹൈ ഫോം ആവണ്ടേ, നമുക്കൊരു സ്വിങ് ഹൈ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്വിങ് ഹൈ ഫോം ആയിട്ടുണ്ട്. സ്വിങ് ലോ ആയിട്ട് നമുക്ക് ഏതെടുക്കാം, സ്വിങ് ലോ ആയിട്ട് ഇതായിട്ടൊരു സ്വിങ് ലോ എടുക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞ സ്വിങ് ലോ കൺഫേം ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ 5 മിനിറ്റാണ് യൂസ് ചെയ്തത്. നിങ്ങൾ 1 മിനിറ്റിൽ നോക്കുമ്പോൾ മൈനർ ആയിട്ടൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് മുകളിലേക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വിങ് ഹൈയിൽ നിന്ന് സ്വിങ് ലോയിലേക്ക് വരയ്ക്കുന്നു. ഇപ്പം നമുക്ക് എന്താണ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരം പ്രീമിയം, ഡിസ്കൗണ്ട്, ഇത് ഇക്വിലിബ്രിയം. നമുക്കെന്താണ്, ഇതാണ് നമ്മളുടെ പ്രീമിയത്തിലുള്ള ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇനി എന്താണ്, നമുക്ക് എന്താണ്, പ്രൈസ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. ഏതാണ് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഈ ഫെയർ വാല്യൂ, ഈ ഒരു PDR ആണ് ഇൻറ്റേർണൽ. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എന്താണ്, സ്വിങ് ഹൈ, സ്വിങ് ലോ. ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യാനുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏതാണ്, ഇതാണ് ടേക്ക് ഔട്ട് ചെയ്യാനുള്ളത്. ഇത് ടേക്ക് ഔട്ട് ചെയ്യപ്പോഴാണ് പ്രൈസ് തിരിച്ച് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോയിട്ട് വേണം ഈ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ടേക്ക് ഔട്ട് ചെയ്യുന്നത് നോക്കാം. പ്രൈസ് ഇപ്പോൾ ഡിമാൻഡിലാണ്, പ്രീമിയത്തിലേക്ക് കയറി. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ സോൺ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു റിവേഴ്സൽ പ്രൈസ് തന്നു. ഇത് നമ്മൾ കൂട്ടില്ല. ഓക്കെ,
മിറ്റിഗേഷൻ ആയിട്ട് കൂട്ടില്ല. ഇതെന്താണ്? ഇംപേഷ്യൻ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സിനെ കൊടുക്കാനുള്ള ഒരു IDX ആണ് ഇത്. ഓക്കെ, IDX ആണ് ഇത്. നമുക്കെന്താണ് IDX ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ഓർഡർ ബ്ലോക്കിൽ കുറച്ചുകൂടി വാലിഡിറ്റി കൂടുമെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ എന്താണ് പ്രൈസ് നോക്ക് നിങ്ങൾ, ആ IDXൽ എന്താണ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ എന്താണ് ഇവിടേക്ക് ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഫോം ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ബ്രേക്കൗട്ട് ആകുന്ന സമയത്ത് ഒട്ടുമിക്ക എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ട്രേഡ് എടുക്കേണ്ട ആളുകളൊക്കെ ഇനി തിരിച്ച് ഈ സോണിലേക്ക് പ്രൈസ് വരില്ല. ഓക്കെ, ഇനി കാത്തിരിക്കുന്ന മണ്ടത്തരാണെന്ന് വിചാരിച്ച് എൻട്രി ചെയ്യും. ഓക്കെ, ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനിപ്പുലേഷൻ നടക്കുക എപ്പോഴോ എങ്ങനെയാണ്? ഇതുപോലെ ഒരു ട്രാപ്പ് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യും? അതിനുശേഷം ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ആക്ച്വലി എങ്ങനെയാണ് ഇപ്പോഴാണ് നമ്മളുടെ സോണിൽ ടാപ്പ് കിട്ടിയത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇവിടെ നിന്ന് എൻട്രി എടുക്കാമെന്ന് വെച്ച നമ്മളെ കൊണ്ട് ഇവിടെ നിന്ന് എൻട്രി എടുപ്പിച്ചിട്ട് നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ആക്ച്വലി പ്രൈസിനെ നമ്മൾ ആദ്യം എടുത്ത ഡിസിഷനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഓക്കെ, ആക്ച്വലി നമ്മൾ ആദ്യം എടുത്ത ഡിസിഷനിലേക്ക്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കി നിൽക്കാനേ കഴിയും. കാരണം എന്താണ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റായി. പക്ഷെ എന്താണ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റായത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിച്ചും കൊണ്ടാണ്. ഇതാണ് ഡിസിപ്ലിൻ മാർക്കറ്റിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ലിക്വിഡിറ്റീൻ്റെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്നും ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ലിക്വിഡിറ്റീൻ്റെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്നും പറഞ്ഞു. ഓക്കെ, ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും ലിക്വിഡിറ്റീൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സൈഡ് വേസ് ഫോം ആകുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും? ആഫ്റ്റർ എ ട്രെൻഡിങ് മാർക്കറ്റ്. ഇപ്പം ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിന് ശേഷം മാർക്കറ്റിന് ശേഷം എന്താണ് അവിടെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്ത ആളുകൾ ചെറുങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും ഈ സൈഡ് വേസ്. അതിനുശേഷം എന്ത് സംഭവിക്കാം? തിരിച്ച് റാലി കണ്ടിന്യൂ ചെയ്യാം, തിരിച്ച് റിവേഴ്സൽ പോകാം. അതുപോലെ തന്നെയാണ് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിന് ശേഷം എന്താവും? ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഉണ്ടാകും. എന്താണ് ഇവിടുന്ന് സെല്ല് ചെയ്ത ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതോ ഇനി ഈ റാലിയിൽ കൂടാൻ കഴിയാത്ത ആളുകൾ ഇവിടുന്ന് വീണ്ടും പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതോ ആയിരിക്കാം. തിരിച്ച് റിവേഴ്സൽ പോവാം, തിരിച്ച് താഴേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് ICTയിൽ ലിക്വിഡിറ്റി ഫോർമേഷനിൽ സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ബോത്ത് സൈഡിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. ഇവിടെ എന്താണ് ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും, ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, രണ്ട് സൈഡിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഓക്കെ, സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുമ്പം വലുതായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ പ്രൈസിനെ ചെയ്യുന്നു. റെസ്പോൺസീവ് സെല്ലേഴ്സ് ആൻഡ് റെസ്പോൺസീവ് ബയേഴ്സിൻ്റെ ഇനീഷ്യേറ്റീവ്സ് കൂടുന്നത് കൊണ്ടായിരിക്കും ഇതുപോലെ സൈഡ് വേസ് മാർക്കറ്റ് വരുന്നത്. ഓക്കെ, സൈഡ് വേസ് മാർക്കറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൈഡ് വേസ് മാർക്കറ്റ് വരുന്ന സമയത്ത് മുകളിലും താഴെയും ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യും. മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ താഴെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകും. താഴേക്കാണ് പോകേണ്ടെങ്കിൽ മുകളിലത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റൈഡ് ചെയ്ത് താഴേക്ക് പോകും. ഓക്കെ, സൈഡ് വേസ് മാർക്കറ്റിൽ ഇത്രയേ പറയാനുള്ളൂ. സൈഡ് വേസ് മാർക്കറ്റിൽ രണ്ട് സൈഡിലും ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സെനാരിയോ ആണ് കൂടുതൽ സംഭവിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്നാണ്. എന്താണ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ നോക്കുമ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തു. ഇവിടെ എന്താണ് സെൽ സ്റ്റോപ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ബൈ ഓർഡേഴ്സ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ഉള്ള ഏരിയയിലേക്ക് വന്നിട്ട് നമ്മളുടെ സെൽ ഓർഡേഴ്സ് അവർ ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് അഥവാ മാനിപ്പുലേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്ത ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുന്ന് ബൈ ചെയ്ത അവർക്ക് സെല്ല് ചെയ്യണമെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ബൈ ഓർഡേഴ്സ് ഉള്ള ഏരിയ ഏതാണ് ആ ഏരിയയിലേക്ക് പ്രൈസ് കൊണ്ടുപോകും. അപ്പോൾ ഇനി ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇനി ലിക്വിഡിറ്റി പോകാൻ ചാൻസ് ഉള്ള ഏരിയ. ഇതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി റൺ എന്നൊക്കെ പറയുന്നത്. ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഇതായിരിക്കും ഡ്രോ ഓൺ ലിക്വിഡിറ്റി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് സെയിം സെനാരിയോ തന്നെയാണ് ഇത്. മാർക്കറ്റിൽ എന്താണ് ഇവിടെയാണ് മാനിപ്പുലേഷൻ നടന്നത്. ഇവിടെയാണ് നമ്മളുടെ പെൻഡിങ് സെൽ ഓർഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി എവിടെയാണ് ഇനി അവർക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ബൈ ചെയ്തത് സെല്ല് ചെയ്യണം. സെല്ല് ചെയ്യാൻ ബൈ ഓർഡേഴ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക? ഇതുപോലത്തെ ഹൈകളിൽ. ഇതൊരു മൈനർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. മേജർ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പറയുന്നത് എന്താണ്? ഇതായിരിക്കും. കാരണം ഇതിൻ്റെ മുകളിലും ഒക്കെ ലിക്വിഡിറ്റി. അതുകൊണ്ട് തന്നെ ഇതൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂളായിരിക്കും.
അതുകൊണ്ട് എന്ത് ചെയ്യും, പ്രൈസ് ആ ഏരിയയിലേക്ക് പോകും. അതുകൊണ്ട് ഈ ഏരിയനെയാണ് നമ്മൾ ഡ്രോൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്നലത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ഉണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട് മാർക്കറ്റിൽ. ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി SSL ടേക്കൺ അഥവാ മാനിപ്പുലേറ്റീവ് സ്റ്റേജ് എടുക്കുന്നത് എവിടെയാണ്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി എവിടെയാണ് എക്സിറ്റ് ചെയ്യുക? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എന്തുണ്ട്? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് അടുത്ത ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത് ഏതാണ്? ഈ ഏരിയയിലാണ്. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഏറ്റവും കൂടുതൽ സെൽ ഓർഡേഴ്സ് അഥവാ സെൽ ഓർഡേഴ്സ് ഉണ്ടാകുന്ന ഏരിയ ഏതാണ്? ഈ ഒരു ഏരിയ ആണ് ഏറ്റവും കൂടുതൽ സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക. കാരണം ഇവിടെ നിന്ന് ബൈ ചെയ്തവൻ്റെയും ഇവിടെ നിന്ന് ബൈ ചെയ്തവൻ്റെയും ഇവിടെ നിന്ന് ബൈ ചെയ്തവൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസിൻ്റെ മെയിൻ കോമൺ ഏരിയ എന്ന് പറയുന്നത് ഇതല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത്. ഇനി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഡ്രോൺ ലിക്വിഡിറ്റി ഇവിടെ ആയിരിക്കും. ഇനി ലിക്വിഡിറ്റി റെസ്റ്റ് ചെയ്യുന്ന ഏരിയ ഏതായിരിക്കും? ഇതായിരിക്കും നെക്സ്റ്റ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യുന്ന ഏരിയ. അതുകൊണ്ടാണ് പ്രൈസ് ഇവിടെ നിന്ന് റിവേഴ്സ് ആയിട്ടുള്ളത്. നിങ്ങൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ സപ്പോർട്ടിൻ്റെ താഴെ എന്തുണ്ട്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട് ഈ സപ്പോർട്ടിൻ്റെ താഴെ. അതിനുശേഷം ഈ സപ്പോർട്ടിൻ്റെ താഴേക്ക് പ്രൈസിനെ കൊണ്ടുവന്നിട്ട് ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം എന്ത് ചെയ്തു? ടേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം ഇനി ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, കാരണം ഇനി ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്താൽ ഇനി സെല്ല് ചെയ്യേണ്ടത് എവിടുന്നാണ്? ബൈയിങ്. അവർക്ക് സെല്ല് ചെയ്യണമെങ്കിൽ അത് ബൈ ചെയ്യാൻ ആൾ വേണമല്ലോ. അപ്പം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ. ഓക്കെ, നമ്മളുടെ ഇവിടെ നിന്ന് സെല്ല് ചെയ്താൽ നമ്മുടെ ഡ്രോൺ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഏരിയ. ഇതാണ് നെക്സ്റ്റ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ. നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് താഴേക്ക് പോകുമ്പം താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയ ഏതാണ്? കണ്ടില്ലേ, ഇവിടുന്ന് ബൈ ചെയ്തു, ഇവിടുന്ന് ബൈ ചെയ്തു, ഇവിടുന്ന് ബൈ ചെയ്തു, ഇവിടുന്ന് ബൈ ചെയ്തു. റിലേറ്റീവ് ഈക്വൽ ലോ. ഓക്കെ, ഈ ഏരിയ ആയിരിക്കും നമ്മളുടെ ഡ്രോൺ ലിക്വിഡിറ്റി. അതുകൊണ്ടാണ് പ്രൈസിനെ ആ താഴേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി ഈ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കാണുക. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ലിക്വിഡിറ്റി പാർട്ട് 1 പാർട്ട് 2 നമ്മളുടെ ICT ഫൗണ്ടേഷൻ വീഡിയോയിൽ കാണുക. ഓക്കെ, നമ്മുടെ ഈ ലിക്വിഡിറ്റി പാർട്ട് 2ൻ്റെ ലാസ്റ്റ് എൻഡിന് ലിക്വിഡിറ്റി ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ എൻട്രി എടുക്കണം, എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എങ്ങനെ ടാർഗറ്റ് എക്സിറ്റ് പോയിന്റ് വെക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻട്രി ചെയ്യേണ്ടത് എപ്പോഴും എങ്ങനെയാണ്? ഒരു മേജർ ലിക്വിഡിറ്റി പോയിന്റിനെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിലായിരിക്കണം നമ്മളുടെ എൻട്രി. അതുപോലെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ കഴിഞ്ഞിട്ടുള്ള ലോൻ്റെ താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. നമ്മളുടെ ടാർഗറ്റ് എന്തായിരിക്കണം? നെക്സ്റ്റ് മാർക്കറ്റിലെ ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലായിരിക്കണം നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈസ് ഉണ്ട്. പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനാണ് മാനിപ്പുലേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ മാനിപ്പുലേറ്റ് ചെയ്തതിൻ്റെ താഴെയായിരിക്കണം നമ്മളുടെ SL എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ താഴെയായിരിക്കണം നമ്മുടെ SL. കാരണം ഇവിടുത്തെ SL എല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴെയുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, അത് അടിക്കാൻ ഒരിക്കലും അവർ സമ്മതിക്കില്ല. ഓക്കെ, അതിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ SLും ആ ഒരു ഏരിയയിലായിരിക്കണം വരേണ്ടത്. അപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാറ്റേൺ പ്രകാരം ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സോൺ നമ്മൾ വരയ്ക്കുമല്ലോ, നമ്മളുടെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ആ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലായിരിക്കണം നമ്മളുടെ എൻട്രി. എക്സിറ്റ് എവിടെയായിരിക്കണം? നമ്മളുടെ പ്രോപ്പർ റിസ്ക് റിവാർഡ് പ്രകാരമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി എവിടെ ഉണ്ട്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് എന്ത് ചെയ്യും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്കായിരിക്കും പിന്നെ പ്രൈസ് പോവുക. അപ്പോൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റിലേറ്റീവ് ഹൈസ് ഉള്ള ഏരിയ, ഏറ്റവും കൂടുതൽ ആളുകൾ സെല്ല് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ ചാൻസ് ഉള്ള ഏരിയ, അവിടേക്കേ പ്രൈസ് പോകൂ. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ റേഞ്ചിൽ ടു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി ബേസ്ഡ് എൻട്രി എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ എൻട്രി എടുക്കാൻ. അതുപോലെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ആ ലോയിലായിരിക്കണം നമ്മൾ SL വെക്കാൻ. നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റിയിലായിരിക്കണം നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ, ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പം വീഡിയോ കണ്ടതിന് താങ്ക് യു.